വിന്റേജ് മുംബൈ ഈസ് ബാക്ക് അല്ലേ? കണ്ടില്ല നിങ്ങള്? ജയം നെഗറ്റീവ് കിടന്നിരുന്ന നെറ്റ് റൺ റേറ്റ് പോസിറ്റീവ് ആക്കി. പിന്നെ പത്താമത് പറഞ്ഞ കളിക്ക് ഇപ്പൊ ഏഴാമതേക്ക് ഒരൊറ്റ കുതിപ്പ്. ഇനി ബാക്കി ഞങ്ങളെ കയ്യിലാണ്. കഥ ഇവിടെയാണ് ആരംഭിക്കുന്നത്. ഇനിയാണ് എന്ത് പൗതിയായി? നിങ്ങള് പൗതിയായി ഇങ്ങനെ മുടന്തി നീക്കോളി. ഞങ്ങളെ തീരാക്കിന്റെ ഒക്കെ ഒരു അടി കണ്ട് അവസാനത്തെ 10 രൂപ ബോളിൽ ചെക്ക് അടിച്ച 82 റണ്ണാണ്. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി എന്തും വെറുതെ ഒച്ചപ്പാടിനൊക്കെ ടീമിന്റെ ഒപ്പം നിന്നിട്ട് കരുത്ത് കൊടുക്കുന്നതാണ് ക്യാപ്റ്റൻ. തിലക് വർമ്മ അറിയണോ? അല്ലെങ്കിൽ അവിടെ വീശിച്ച് ബാറ്റ്മാൻ എങ്ങനെയൊക്കെ കൊള്ളണം, എന്നിട്ട് അവിടെ കിടന്ന് ടൈം ഔട്ടിന്റെ സമയത്ത് കൃത്യമായ ഇൻസ്ട്രക്ഷൻ ക്യാപ്റ്റൻ കൊടുത്ത് തിലക് ആടി. മൂപ്പര് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ 100 റണ്ണിന് എതിരാളികളെ ഓൾ ഔട്ട് ആക്കി. നിങ്ങൾ എത്ര എന്താണ് 100 റണ്ണിന് ഓൾ ഔട്ട് ആയത്? അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ മുംബൈ ഇന്ത്യൻസിനോട് മാത്രല്ല തോറ്റ്, തിലക് വർമ്മനോടും തോറ്റ്. തിലക് എടുത്ത റണ്ണ് നിങ്ങൾക്ക് അടിക്കാൻ പറ്റിയ ഇല്ലല്ലോ. അതിപ്പോ ഞങ്ങൾ എന്താ, ഞങ്ങൾ ചേസ് ചെയ്യാൻ നോക്കിയപ്പോ എല്ലാരും കൂടി ഔട്ടായി പോയി. അത്രേ ഉള്ളൂ. നിങ്ങൾ ചേസ് ചെയ്യണം, അല്ലാതെ ബാക്കിയുള്ള റേറ്റ് നോക്കിയാണ് നിന്നില്ല. ഒരു 150 എടുത്താൽ മതിയായിരുന്നു. അല്ല, നിങ്ങള് ആ തിലക് വർമ്മന്റെ ഷോട്ട് അടി കൊണ്ട് കുറച്ചധികം റണ്ണ് വന്നപ്പോ ഞങ്ങൾക്ക് പ്രഷറായി. ഞങ്ങളൊരു 160-170 ഒക്കെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഈ സായി സുദർശൻ ആകെ ഒരു കളിയിലല്ല അടിച്ചത്, ബാക്കിയിലൊന്നും ഇല്ലല്ലോ. എന്തൊരു തള്ളായിരുന്നു സായി സുദർശൻ എന്ന് പറഞ്ഞാണ്ട്. ബൂംറയ്ക്ക് വിക്കറ്റ് ഇട്ടിട്ടില്ല വലിയ ആക്കലായിരുന്നു. ഫാസ്റ്റ് നമ്പർ 1 ബൗളർ, അതിനെല്ലാരും കൂടി വിക്കറ്റ് എടുത്തോ എന്ന് പറഞ്ഞ നടക്കാണല്ലോ. ഫസ്റ്റ് ബോളിൽ വലിയ ഓപ്പണറെ അതൊന്നുമില്ല. തോട്ടിട്ട് ന്യായീകരിക്കണം. കഴിഞ്ഞ ഒരു 5-6 കളിയായിട്ട് ആദ്യം വിക്കറ്റ് എടുക്കുക, എന്നിട്ട് പറഞ്ഞു നടക്കാണ് വിക്കറ്റ് എടുത്തു. അതെന്താണ് വിക്കറ്റ് ടേക്കർ ബോളർ? നിങ്ങളെ കളിയാക്കലുകൾക്ക് ഓരോന്നിനായിട്ട് നല്ല മറുപടി ഞാൻ തന്നു. വെറും 100 റൺസിലും കഴിച്ച് ഒരു കളിക്കാരനോട് പോലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയില്ല. തിലക് അടിച്ച റണ്ണിന് അതുപോലും മറികടക്കാൻ നിങ്ങളെ 10-11 ആൾക്കാർ തുഴഞ്ഞിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ ഓരോന്നും വരാ. നിങ്ങളെ സൂര്യകുമാറിന്റെ അവസ്ഥ എന്താ? സൂര്യകുമാർ യാദവ് മോശമായിക്കില്ല, ടീം ഉസാറായില്ലേ? സൂര്യകുമാർ യാദവ് പത്ത് ഇതേപോലെ ഫോം ആവും. തിലക് തിന്നുമ്പോ കളി മോശമല്ലേ? ഇതെല്ലാം ട്രാക്കിലാണ്. നിങ്ങൾ കൊറേ ഇങ്ങനെ തോറ്റിങ്ങനെ വന്നപ്പോ ജയിച്ചു, അത്ര മതി. തോറ്റൊക്കെ പോകും, എന്നിട്ടും കപ്പുണ്ടായിട്ടുണ്ട്. അതേ ചരിത്രം നമ്മുടെ ആർക്കും ഇല്ല. അതുകൊണ്ട് മുംബൈനെ കളിയാക്കിയാണ്ടൊന്നും ആരും നിൽക്കണ്ട. ഞാൻ ഇന്നലെ ആ കാര്യം പറഞ്ഞാണ്. 2-3-4 കളി തോറ്റ് വിചാരിച്ചാണ്ട് മുംബൈ ഞങ്ങൾ എഴുത്തല്ലാണ്. നിങ്ങൾക്ക് തെറ്റി, കാരണം അത് മുംബൈ ആണ്. ഇനിയിപ്പോ രോഹിത്തും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി വേറെ രോഹിത്താത്തൊക്കെ നിങ്ങൾ ഇവിടെ കുത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. രോഹിത്ത് ഞങ്ങളെ കുട്ടിയാണ്, സൂര്യൻ ഞങ്ങളുടെതാണ്, തിലകും ഞങ്ങളുടെതാണ്, ഞങ്ങളുടെയാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാമിലിയാണ്, ഓൺ ഫാമിലിയാണ്. അതിന്റെ റിസൾട്ടാണ് ഇപ്പൊ കണ്ടത്.